ഹായ് ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റോസ്മേരി. നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീരീഡ്സിൻ്റെ സമയത്ത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. പൊതുവെ എല്ലാവർക്കും ഈ കാര്യത്തിലൊരു സംശയമുണ്ട്. ഇനി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവാറുള്ള ആ മസിൽ ക്രാംസ്, ബ്ലോട്ടിങ് അല്ലെങ്കിൽ ആ പെൽവിക് ഏരിയയിലുള്ള വേദന അതൊക്കെ ഇനി കൂടുമോ? എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അതിൽ കുറച്ച് പേരൊക്കെ റെഗുലറായിട്ട് വർക്കൗട്ട് റൂട്ടീൻ ഫോളോ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരും എന്താ പറയുക, പീരീഡ്സിൻ്റെ സമയത്ത് അവർ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. മേ ബി ചിലപ്പോൾ ഫസ്റ്റ് 3 ഡേയ്സോ അല്ലെങ്കിൽ ആ പീരീഡ്സിൻ്റെ എൻ്റയർ ഡേയ്സും അവർ സ്കിപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ പീരീഡ്സിൻ്റെ സമയത്ത് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല എന്നാണ് പറയുന്നത്. പകരം നമ്മൾ പീരീഡ്സിൻ്റെ സമയത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സും കിട്ടും. കൂടാതെ പീരീഡ്സിൻ്റെ സിംറ്റംസ് ഒരു പരിധിവരെ കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ബെനിഫിറ്റ്സ് എന്ന്. ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ബാഡ് മൂഡ്സും പീരീഡ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പറയുക, മൊത്തത്തിലുള്ളൊരു ഹോർമോണൽ ചേഞ്ച് കൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം വരിക, ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരിക, ആകെ മൊത്തം ഒരു ബ്ലാക്ക് ഫീലിംഗ് ആയിരിക്കും. നമ്മളിപ്പോൾ ആ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താ പറയുക, സ്ട്രെസ് ഹോർമോൺസിൻ്റെ ഒക്കെ അളവ് കുറഞ്ഞ് നമുക്ക് ഇച്ചിരിയും കൂടെ നല്ലൊരു മൂഡ്, ഒരു ഫീൽ ബെറ്റർ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേരാൻ ഈ എക്സസൈസുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബെറ്റർ സ്ലീപ്പ്. അതായത് കുറച്ച് പേർക്കെങ്കിലും, എല്ലാവർക്കും ഇല്ല, എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല, കുറച്ച് പേർക്കെങ്കിലും കാണും പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്ത അല്ലെങ്കിൽ ഉറക്കം ഒരു ക്വാളിറ്റി സ്ലീപ്പില്ലാത്ത ഒരു അവസ്ഥയുണ്ടാവും. അങ്ങനെയുള്ള ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കാർഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി നല്ല ഉറക്കമൊക്കെ കിട്ടും. നല്ല ഇച്ചിരികൂടെ ഒരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള മൂഡും നല്ല ഉറക്കമൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവാറുള്ള സിംറ്റംസ് ഇല്ല, അതായത് ബ്ലോട്ടിങ്, വേദന, അതിനൊക്കെ സാധാരണ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മെഡിസിൻ വില തീർത്തും കഴിക്കും. പക്ഷേ മെഡിസിൻ കഴിക്കുന്നതിന് പകരം വില ജോഗിങ്ങിന് പോകാനാണ് പറയുന്നത്. ഈ ബ്ലോട്ടിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ കുറേ നടന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി വേർക്കുമല്ലോ, അപ്പോൾ തന്നെ നമ്മുടെ ബ്ലോട്ടിങ് കുറേയൊക്കെ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ, നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ, അത് പിന്നെ പീരീഡ്സിൻ്റെ സിംറ്റംസ് ഒക്കെ കുറയ്ക്കാൻ ഈ എക്സസൈസുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി എന്തൊക്കെ എക്സസൈസാണ് പീരീഡ്സിൻ്റെ സമയത്ത് ചെയ്യാവുന്നത്? നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, ഇതൊന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അറിയാം മൊത്തത്തിൽ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത ഒരവസ്ഥയൊക്കെയാണെന്ന്. അങ്ങനെയുള്ളവരാണെന്ന് നിങ്ങളൊരു ജസ്റ്റ് സ്ട്രെച്ചിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ജോഗ് ചെയ്യാൻ പോവുക. അങ്ങനെ ചെറിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗ ചെയ്യാം, പിലാറ്റേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ആകെ ഒരു കാര്യമുള്ളത്, ചിലപ്പോൾ നമുക്ക് നോർമൽ ഡേയ്സിലുള്ള അത്രയും ഇൻറ്റൻസിറ്റിയിൽ അത്രയും ഒരു എനർജി ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമുക്ക് എന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ കൺക്ലൂഷൻ എന്താ, പീരീഡ്സിൻ്റെ സമയത്ത് പീരീഡ്സിൻ്റെ പേരും പറഞ്ഞ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ എനർജി ലെവൽ കുറവായിരിക്കും, ബട്ട് ഡോണ്ട് സ്കിപ്പ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.